ഇന്ന് നമ്മൾ ചെയ്യുന്നത് തികച്ചും വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള മലയാളികളുടെ വികാരമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോണത്. പക്ഷേ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലൂടെയാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് എന്താണെന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതും നോക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുത്തിട്ടും ചെയ്യാം, അല്ലെങ്കിൽ 1 കപ്പ് ഗോതമ്പ് പൊടി 1 കപ്പ് മൈദ അങ്ങനെ എടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാര ഉപ്പൊക്കെ മൈദയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. സാധാരണ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ തന്നെ ചേർക്കണം. ആദ്യം നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, കുറേശ്ശെ ചേർത്തിട്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ കയ്യിൽ ആകെ ഒട്ടിപ്പിടിക്കുന്നത് മുഴുവനാകുമ്പോഴേക്കും. അതുകൊണ്ടാണ് ആദ്യം സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ മൈദ നല്ലപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ആദ്യം നമുക്ക് ഇതുപോലെ വെള്ളം മാത്രം ചേർത്തിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോഴേക്കും, അതായത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊരു ഡോ ആയിട്ട് മാറുന്ന സമയത്ത് നമുക്ക് കുറച്ച് എണ്ണ കയ്യിലാക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം നമുക്ക് കുഴക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ സോഫ്റ്റാക്കി എടുക്കണം കേട്ടോ. എന്നാലേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പലഹാരം നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെണ്ണ ചേർക്കുമ്പോൾ കയ്യിലുള്ള ഒട്ടിപ്പിടുത്തൊക്കെ ഒന്ന് മാറും. എന്നിട്ട് നമുക്ക് ഇതുപോലെ ബൗളിലിട്ടിട്ടോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ടോ നല്ലപോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കാം കേട്ടോ മാവ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബൗളിലിട്ടിട്ട് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. കണ്ടോ, നമ്മളിപ്പോൾ മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. എന്നാൽ നമ്മൾ എടുക്കുമ്പോഴേക്കും മാവ് നല്ലപോലെ സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇതാ കുറച്ച് കൂടുതൽ എണ്ണ മുകളിലൊക്കെ തടവി ബൗളിലൊക്കെ തടവിയിട്ട് ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഒരു അരമണിക്കൂർ വെക്കാം കേട്ടോ. അരമണിക്കൂറിന് ശേഷം തുറക്കുമ്പോഴേക്കും മാവ് നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് വെക്കുമ്പോൾ ഒന്നുകൂടെ മാവ് സോഫ്റ്റായിട്ട് വരും കേട്ടോ. കണ്ടതിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾക്ക് എണ്ണ കാണാൻ പറ്റുന്നുണ്ടാവും. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഇതുപോലെ ഓരോ പിടി എടുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ബോൾസ് ആക്കി മാറ്റാം. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത്? അപ്പോൾ മനസ്സിലായി, ഈ ഒരു സമയത്ത് മനസ്സിലായൊരു താഴെ നിന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ വലുപ്പത്തിലുള്ള ബോൾസ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. കണ്ടോ, നമുക്കിത് സേവനാഴിയിൽ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇടാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ അങ്ങനെ ബോൾസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് മുഴുവനായിട്ട് നമുക്ക് ബോൾസ് റെഡിയാക്കി എടുക്കാം. വലുപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ 5 ബോൾസ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് സേവനാഴിയാണ് കേട്ടോ വേണ്ടത്, അതായത് നൂൽപുട്ട് ഉണ്ടാക്കുന്ന അച്ച്, ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അച്ച്. അപ്പോൾ അതിൽ ഈ ഒരു അച്ചാണ് നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വലിയ ഹോളുള്ള അച്ചുണ്ടാവില്ലേ, അതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് സേവനാഴിയുടെ ഉൾഭാഗത്തായിട്ട് ഇതുപോലെ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്. മാവ് അതിനുള്ളിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ സേവനാഴിയിൽ അരിപ്പൊടിയാണല്ലോ ഇടുന്നത്, ഇത് മൈദയാണല്ലോ. അപ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മാവ് ഇതാ ഇതുപോലെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സേവനാഴി അടച്ചിട്ട് ഞാനിതാ ഒരു ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ പുരട്ടി എടുക്കുകയാണ് കേട്ടോ. ഇതിൽ മാവ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ കയ്യിലൊക്കെ ഈ ഒരു സമയത്ത് എണ്ണ ഉണ്ടെങ്കിൽ അത് തുടച്ച് കളയാം. അല്ലെങ്കിൽ ഒരു പേപ്പർ വെച്ചിട്ട് വേണം കേട്ടോ സേവനാഴി പിടിക്കാൻ, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുതി പോവും. ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അത് ഇതുപോലെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ചപ്പാത്തി പലകയിലേക്ക് നമുക്ക് മാവ് ചുറ്റിച്ചിട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ഇടിയപ്പം, അതായത് നൂൽപുട്ട് ഇതുപോലെ നമ്മളിങ്ങനെ ചുറ്റിച്ചെടുക്കുന്ന പോലെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇത് മൈദ ആയതുകൊണ്ട് അതുപോലെ അങ്ങോട്ട് ചുറ്റിച്ചെടുക്കുക അത്ര ഈസി ആയിട്ട് വരില്ല. എന്നാലും കുഴപ്പമില്ല. ഇതുപോലെ നമ്മൾ തിരിച്ചെടുക്കുന്ന ഈ ഒരു ഇടിയപ്പത്തിൻ്റെ അച്ചായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന പണ്ടത്തെ മോഡലൊക്കെ ആണെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ പിന്നെ ഇതിന് വെക്കാനൊരു സ്റ്റാൻഡും കൂടെ വന്നിട്ടുണ്ടല്ലോ. സ്റ്റാൻഡ് ഉള്ളവരാണെങ്കിൽ ഒന്നും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ ഞാനിവിടെ മാവ് ഇതുപോലെ ചുറ്റിച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോണതെന്ന്. മലയാളികളുടെ വികാരം എന്ന് പറഞ്ഞപ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോണത് പൊറോട്ടയാണ് കേട്ടോ. വീശി അടിക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പൊറോട്ടയുടെ റെസിപ്പിയാണ്. കണ്ടോ, ഇടിയപ്പത്തിൻ്റെ അച്ചിൽ ഒന്നങ്ങോട്ട് ചുറ്റിച്ചെടുത്ത് ഇതുപോലെ അങ്ങോട്ട് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ പൊറോട്ട ഉണ്ടാക്കാൻ. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള മാവ് വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം. ഇതിനേക്കാളും ഒന്നുകൂടെ വലിയ ഹോളുള്ള അച്ചുണ്ടെങ്കിൽ അതിലും ചെയ്യാം. ഇതിപ്പോൾ മീഡിയം ഹോളുള്ളതാണ് കേട്ടോ, ചെറുതുമല്ല. നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു ചെറിയ ഹോളുള്ളതുമല്ല, എന്നാൽ വലുതുമല്ല, അതിനിടയിലുള്ളതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ നമുക്ക് ഓരോന്നും റെഡിയാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് മൈദ ഇട്ട് കൊടുക്കുകയാണ്. മൈദ ഒന്ന് വിതറി കൊടുക്കുകയാണ്. ഇങ്ങനെ ആയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെക്കാട്ടെ, എന്നാലേ നമുക്ക് ഒന്നും കൂടെ ലെയർ കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചെയ്യാണ്, സമയമില്ലാത്തതുകൊണ്ട് ഇപ്പം തന്നെ എടുത്ത് പരത്തുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഈ ഒരു എണ്ണ പുരട്ടി മുകളിൽ ഈ ഒരു മൈദയൊക്കെ ഇട്ട് ഒരു അരമണിക്കൂറും കൂടെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ലെയർ കിട്ടും കേട്ടോ. ഞാനിത് കൈ വെച്ചിട്ട് തന്നെ ഇത് ഇങ്ങനെ പരത്തി കൊടുക്കുകയാണ്. ചപ്പാത്തിക്കോല് വെച്ചിട്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കൈ വെച്ചിട്ട് നമ്മൾ നല്ല ഓയിലൊക്കെ പുരട്ടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവല്ലേ, അതുകൊണ്ട് കൈ വെച്ചിട്ട് പരത്തിയാൽ തന്നെ പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് എണ്ണ പുരട്ടി ഒരു തവയിലിട്ടിട്ട് ഇത് തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കാം. ഇത് മുഴുവനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചുടാനാണെങ്കിലും ഇത് കുഴക്കാനാണെങ്കിലും ഒക്കെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ പൊറോട്ട ചുട്ടെടുക്കാം. ഇത് ചുടുന്ന സമയത്ത് തന്നെ ലെയർ ഇങ്ങനെ വിട്ട് വരുന്ന കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് പരത്തിയെടുക്കാം. ആദ്യത്തത് ചുട്ടെടുക്കുന്ന സമയത്ത് കണ്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ചപ്പാത്തിക്കോലിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതാ നമ്മുടെ ഒരു പൊറോട്ട ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു 3 എണ്ണമൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഒരു പ്ലേറ്റിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ, ആ ലെയറൊക്കെ പുറത്തേക്ക് വരാൻ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ പൊറോട്ട ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ഈസിയാണ്. ഒരുപാട് സമയം മാവ് കുഴച്ചെടുക്കാനോ അല്ലെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ട് ഒരുപാട് സമയം കുഴച്ചെടുക്കണമല്ലോ പൊറോട്ട റെഡി ആയിട്ട് കിട്ടണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരുപാട് നേരം കുഴച്ചെടുക്കാനോ വീശി അടിക്കാനോ ഒന്നും നിൽക്കണ്ട, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ കുറേ സമയം അത് ആ ഒരു ഓയിൽ പുരട്ടി മൈദ വിതറി കുറേ സമയം വെക്കാത്തതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് ലെയറൊന്നുമില്ല, എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടോ, നല്ല ലെയറൊക്കെ ഉള്ള അടിപൊളി പൊറോട്ട തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്